ഗൈസ് വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന കോളിനർജിക് ഡ്രഗ്സ് ആണ്. സോ ബേസിക്കലി എന്താ കോളിനർജിക് ഡ്രഗ്സ്? കോളിനർജിക് ഡ്രഗ്സിനെ നമ്മൾ കോളിനോമിമെറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മളെ ബോഡിയിൽ അസിറ്റൈൽ കോളിൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടായിരിക്കും ആ ആക്ഷൻസ് എല്ലാം മാറി കാണിക്കും, ഈ കോളിനർജിക് ഡ്രഗ് കാണിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ബേസിക്കലി ഈ ഡ്രഗുകൾ അല്ലെങ്കിൽ ഈ ഏജന്റുകൾ മസ്കാരനിക്, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെയൊക്കെ അഫക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല പാരാസിമ്പത്തറ്റിക് നെർവസിനെ അഫക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മിമിക്കിക് ആക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണോ അസിറ്റൈൽ കോളിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ആക്ഷൻ തന്നെ കാണിക്കുകയും ചെയ്യും. ആൻഡ് ആന്റഗണൈസ് ഓർ പ്രൊലോങ് ദ ആക്ഷൻ ഓഫ് അസിറ്റൈൽ കോളിൻ അറ്റ് ദ മസ്കാരിൻ റിസപ്റ്റർ. സോ നമ്മുടെ മസ്കാരിൻ റിസപ്റ്ററിൽ അസിറ്റൈൽ കോളിന്റെ ആക്ഷൻസിനെ കൂട്ടുകയോ അല്ലെങ്കിൽ ആന്റഗണൈസ് ചെയ്യുകയോ ചെയ്യാം. ഒന്നെങ്കിൽ കൂട്ടാം ഇല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി രണ്ട് ക്ലാസിഫിക്കേഷനും ആന്റി കോളിനർജിക്സും കോളിനർജിക്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ വരരുത്. സോ രണ്ടും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് കൊടുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ പെട്ടെന്ന് കയറും മുന്നേ ക്ലാസിഫിക്കേഷൻ അറിയണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് കോളിനർജിക് ഡ്രഗിൽ ഡയറക്ട്ലി ആക്ടിംഗ് ഉണ്ട്, ഇൻഡയറക്ട്ലി ആക്ടിംഗ് ഉണ്ട്. ഡയറക്ട്ലി ആണെങ്കിൽ അസിറ്റൈൽ കോളൈൻ, മെറ്റക്കോളമൈൻ, ബെറ്റക്കോളമൈൻ ഒക്കെയാണ് വരുന്നത്. ഇൻഡയറക്ട്ലി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ വാട്ടർ സോലബിൾ, ലിപ്പിഡ് സോലബിൾ, ഓർഗാനോഫോസ്ഫേറ്റ്, കാർബമേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മേജർ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് എല്ലാം മാർക്ക് കിട്ടും. ഈ പടമൊക്കെ വരച്ച മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പഠിച്ചൊക്കെ വെക്കുക. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അസിറ്റൈൽ കോളൈൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. സോ ഫസ്റ്റ് വൺ ഇസ് മസ്കാരനിക് ആക്ഷൻ ആണ്. അസിറ്റൈൽ കോളൈൻ എവിടെ ആക്ട് ചെയ്യും? മസ്കാരനിക് M2 റിസപ്റ്റേഴ്സ് ഓഫ് ഹാർട്ടിൽ ആക്ട് ചെയ്യുകയും അങ്ങനെ കാൽഷ്യം അയണിന്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ആൻഡ് അഡിനൈൽ സൈക്ലേസ് പാത്വേ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാൽഷ്യം പ്ലസ് അയണിന്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിക്രീസിങ് CAMP ആൻഡ് പ്രൊഡ്യൂസിങ് എ റിലാക്സിന്റെ എഫക്ട്. അങ്ങനെ റിലാക്സ് ചെയ്യുന്നു. അസിറ്റൈൽ കോളൈൻ റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക മസ്കാരനിക് ആക്ഷൻ വഴി കേട്ടോ. ഇനി നിക്കോട്ടിനിക് ആക്ഷൻ പറയുവാണെങ്കിൽ എന്താണ്? അസിറ്റൈൽ കോളിൻ കോസ് എൻട്രി ഓഫ് Na+ ആൻഡ് Ca+ അയോൺ ഇൻ ടു ദ സെൽ. സോ സെല്ലിനകത്ത് Na+ഉം Ca+ന്റെയും എൻട്രി എന്ത് ചെയ്യുന്നു? കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് ഇൻക്രീസിങ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് കോസ് മസിൽ കൺട്രാക്ഷൻ. അങ്ങനെ മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു. സോ മസ്കാരനിക് ആക്ഷൻ ആണെങ്കിൽ റിലാക്സേഷൻ, നിക്കോട്ടിനിക് ആക്ഷൻ ആണെങ്കിൽ മസിൽ കൺട്രാക്ഷൻ. ആൻഡ് റിസപ്റ്റർ ടൈപ്പ് പറയുവാണെങ്കിൽ അസിറ്റൈൽ കോളിൻ ആക്ട് ബോത്ത് ഓൺ മസ്കാരനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റർ. രണ്ടിലും മസ്കാരനിക്കിലും നിക്കോട്ടിനിക്കിലും ഒരേപോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആക്ഷൻ ആണ്. മസ്കാരനിക് ആണെങ്കിൽ റിലാക്സ് ആണ്, നിക്കോട്ടിനിക് ആണെങ്കിൽ മസിൽ കൺട്രാക്ഷൻ ആണ്. ഇനി ഫാർമക്കോളജിക്കൽ ആക്ഷൻ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു. ഇപ്പോൾ മേ കോസ് കാർഡിയക് അറസ്റ്റ്. ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നുണ്ട് തന്നെ കാർഡിയക് അറസ്റ്റ് വേണമെങ്കിൽ കുറഞ്ഞേക്കാം. സോ വാസോ ഡൈലേഷൻ ആൻഡ് ലോവർ ബ്ലഡ് പ്രഷർ ത്രൂ ഇൻഡക്ട് മെക്കാനിസം. സോ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സ്മൂത്ത് മസിൽ പറയുവാണെങ്കിൽ കൺട്രാക്ഷൻ കൂട്ടുവാണ് ചെയ്യുക. ഇൻഡസ്ട്രീൻ, യൂറ്ററസ്, ബ്രോങ്കിലൊക്കെ ബാധിക്കാം. ബ്രോങ്കിയോ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാകാം. സെക്രീഷൻ പറയുവാണെങ്കിൽ വേരിയസ് സെക്രീഷൻസ് കൂട്ടും. ഡൈജഷൻ, ബ്രോങ്കിയോ ക്യൂട്ടൈനസ്, ലാക്രിമൽ, നമ്മളെ കണ്ണുനിരക്കില്ല അതിൻ്റെയൊക്കെ അളവൊക്കെ കൂട്ടുവാണ് ചെയ്യുക. അപ്പോൾ മറക്കരുത്, അസിറ്റൈൽ കോളിൻ കാർഡിയോ വാസ്കുലാറിനെ എല്ലാം കുറയ്ക്കുകയും സ്മൂത്ത് മസിലിനെ കൂട്ടുകയുമാണ് ചെയ്യുന്നത്. സോ ഡയറക്ട്ലി ആക്ടിങ് കോളിനർജിക് ഡ്രഗ് ഉണ്ട്. മെറ്റക്കോളൈൻ, ബെറ്റക്കോളമൈൻ ആണ്. സോ മെറ്റക്കോളമൈൻ നോൺ സെലക്റ്റീവ് മസ്കാരനിക് റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ആന്റഗോണിസ്റ്റ് അല്ല, അഗോണിസ്റ്റ് ആണ്. സോ ബ്രോങ്കിൽ ഹൈപ്പർ റിയാക്ടിവിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് മെറ്റക്കോളമൈൻ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ബെറ്റക്കോളമൈൻ ആണ്. സോ പോസ്റ്റ് ഓപ്പറേറ്ററി യൂറിനറി റിട്ടൻഷൻ ആൻഡ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സൈഡ് എഫക്റ്റ് സ്വെറ്റിംഗ്, ബ്രോങ്കോസ്പാസം ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പൈലോകാർപ്പിൻ ഒരുപാട് നമ്മൾ കണ്ണിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി പ്രൊഡ്യൂസ് സസ്റ്റെയിൻഡ് മസ്കാരനിക് ആക്ഷൻ കൊടുക്കാനായിട്ട് പൈലോകാർപ്പിൻ ഉപയോഗിക്കാറുണ്ട്. ഗ്ലൂക്കോമയ്ക്ക് കൊടുക്കാറുണ്ട്. BP ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് മസ്കാരനാണ്. അസിറ്റൈൽ കോളൈനെ പോലെ തന്നെ മിമിക്കാറുണ്ട്, മസ്കാരനിക് റിസപ്റ്ററിൽ മിമിക്കാറുണ്ട്. സോ യൂസ്ഡ് എക്സ്പെരിമെന്റലി ഫോർ കണ്ടീഷൻ ലൈക്ക് ഗ്ലൂക്കോമ ആൻഡ് സ്രോത്തോമിയ. സോ ഗ്ലൂക്കോമ, സ്രോത്തോമിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ഓരോ ഡ്രഗും അതിന്റെ യൂസുമാണ്. ഇതും പഠിച്ചു വെക്കുക. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് അവിടെ നിങ്ങൾക്ക് അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി വെക്കാൻ പറ്റും. ആ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു പോവുക. ഇനി ആൻറ്റി കോളിനെസ്റ്ററേസ് ഡ്രഗ് ആണ്. മെക്കാനിസം എങ്ങനെയാണ്? ആൻറ്റി കോളിനെസ്റ്ററേസ് ആണ്. ദാറ്റ് മീൻസ് അസറ്റൈൽ കോളിനെസ്റ്ററേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ലീഡിങ് ടു അക്കൂമുലേഷൻ ഓഫ് അസിറ്റൈൽ കോളൈൻ അറ്റ് കോളിനർജിക് സൈറ്റ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോളിനർജിക് സൈറ്റിൽ അസിറ്റൈൽ കോളൈന് പോയി ഇരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോളിനെസ്റ്ററേസ് എൻസൈമിനെ
കൊളൈനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അസിറ്റൈൽ കൊളൈന് കോളിനർജിക് സൈഡിൽ പോയിട്ട് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ഉണ്ട്, ഇൻക്ലൂഡ് നിയോസ്റ്റിഗ്മിൻ, ഫൈസോസ്റ്റിഗ്മിൻ, യൂസ് ഫോർ മൈസ്തീനിയ ഗ്രാവിസ്, ഗ്ലൂക്കോമ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇലിയസ്. സോ എന്താണ്, നിയോസ്റ്റിഗ്മിനും ഫൈസോസ്റ്റിഗ്മിനും ഇതിനകത്തുണ്ട് റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ മൈസ്തീനിയ ഗ്രാവിസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് ലൈക്ക് മെലത്തിയോൺ, ഹൈലി ടോക്സിക് ആണ്, ഇൻസെക്ടിസൈഡ് ആണ് കേട്ടോ. ഇത് ലൈക്ക് ഓർഗാനോ ഫോസ്ഫറസ് ആണെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിരിക്കും, മറ്റുള്ളത് റിവേഴ്സിബിൾ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. അതാണ് റിവേഴ്സിബിൾ ഉണ്ട് ഇറിവേഴ്സിബിളും ഉണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് നിയോസ്റ്റിഗ്മിൻ. സോ ഒരു ആന്റി കോളിനെസ്റ്ററേസ് ആണ്. മെക്കാനിസം പറയുവാണെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് അസിറ്റൈൽ കൊളൈൻ ആണ്, അസിറ്റൈൽ കൊളൈൻ നശിപ്പിച്ച് കളയാണ് ചെയ്യുക. ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ റിലീസ് സൈറ്റ്. സോ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോൺസെൻട്രേഷൻ റിലീസ് സൈറ്റിൽ കോൺസെൻട്രേഷനിൽ നിന്ന് കൂട്ടുവാണ് ചെയ്യുക. ഇൻഹിബിറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് അസിറ്റൈൽ കൊളൈൻ ആണ് കേട്ടോ, മറന്നു പോകരുത്. ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ മൈസ്തീനിയ ഗ്രാവിസിന് ഉപയോഗിക്കാറുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റ് ഇലിയം എല്ലാം സെയിം തന്നെ. ഡോസ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പറ്റുവാണെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. സൈഡ് എഫക്റ്റ് ആണെങ്കിൽ വോമിറ്റിയ, ഡയറിയ, പിന്നെ സെക്രീഷൻ കൂട്ടുക, അതൊക്കെ നോർമലി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് ഞാൻ പറഞ്ഞു ഇറിവേഴ്സിബിൾ ആണ്. സോ ബേസിക്കലി ഇൻസെക്ടിസൈഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്, ഹൈലി ടോക്സിക് ആണ്, ലോങ് ആക്ടിങ് ആണ് കേട്ടോ. സോ അഗ്രികൾച്ചർ ഇൻസെക്ടിസൈഡ് ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ടോക്സിറ്റി പറയുവാണെങ്കിൽ സ്കിന്ന്, ലങ്സൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര നമ്മൾ സഫർ ചെയ്യും കേട്ടോ. സോ മാലാതയോൺ, പാരാതയോൺ ഒക്കെയാണ് കോമൺലി ഉപയോഗിക്കുന്ന ഐറ്റങ്ങൾ. സോ ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിങ് എങ്ങനെ ഉണ്ടാവുന്നു? സോ ബേസിക്കലി ഒക്യുപ്പേഷണൽ എക്സ്പോഷർ ആണ്, ജോലി ചെയ്യുന്ന സമയത്താണ് മിക്കവാറും വരിക. ചില ആൾക്കാരുടെ അടുത്ത് കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. സോ സിംറ്റംസ് പറയുവാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിപ്രഷൻ, വയറൊന്നും അനങ്ങത്തില്ല, റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാവും, മയോസിസ് ഉണ്ടാവും, സീനസ് എഫക്റ്റ്, കൺഫ്യൂഷൻ ഒക്കെ വരാം, കൂടിക്കഴിഞ്ഞാൽ കോമ വരും, പിന്നെ തട്ടിപ്പോകും കേട്ടോ, വേറെ ഒന്നുമില്ല. ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിൽ അട്രോപ്പിനാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓർക്കണേ, ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിങ് ആണെങ്കിൽ അട്രോപ്പിനാണ്. നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, മിക്കവാറൊക്കെ എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. ഫ്രഷ് എയർ കൊടുക്കുക, പിന്നെ സ്കിന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, സപ്പോർട്ടീവ് കെയർ കൊടുക്കുക. പിന്നെ ആൻഡോട്ട് പറയുവാണെങ്കിൽ കോളിനെസ്റ്ററേസ് റീആക്ടിവേറ്റേഴ്സ് കൊടുക്കുക, ലൈക്ക് പ്രാൽഡോക്സിം 2PM എന്ന് പറയും, ക്യാൻ ബി യൂസ് ടു റീആക്ടിവേറ്റ് ദ എൻസൈം. സോ എൻസൈമിനെ റീആക്ടിവേറ്റ് ചെയ്യാൻ ആരൊക്കെ കൊടുക്കാൻ പറ്റും? പ്രാൽഡോക്സിം കൊടുക്കാൻ പറ്റും, ആൻഡ് അട്രോപ്പിൻ അഡ്മിനിസ്റ്റർ. രണ്ട് കാര്യങ്ങളുണ്ട്, അട്രോപ്പിനും ഉണ്ട്, പ്രാലിഡോക്സിമും ഉണ്ട്. ആൻഡോട്ട് പറയുവാണെങ്കിൽ പാരഡോക്സും, ട്രീറ്റ്മെന്റിൽ പറയുവാണെങ്കിൽ അട്രോപ്പിനുമാണ് നമ്മൾ കൊടുക്കുന്നത്, മറന്നു പോകരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഇസ് പാരാസിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ് ആണ്. സോ എന്താ പാരാസിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ്? ഡ്രഗ് ദാറ്റ് ബൈൻഡ് ടു കോളിനർജിക് റിസപ്റ്റർ ആൻഡ് ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് അസിറ്റൈൽ കൊളൈൻ, ഓൾസോ നോൺ ആസ് ആന്റി കോളിനർജിക്. അതായത് നമ്മുടെ അസിറ്റൈൽ കൊളൈൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്, അല്ലെ, അസിറ്റൈൽ കൊളൈൻ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഡ്രഗ് ദാറ്റ് ബൈൻഡ് ടു കോളിനർജിക് റിസപ്റ്റേഴ്സ്. സോ കോളിനർജിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് അസിറ്റൈൽ കൊളൈൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ നാച്ചുറൽ ആൽക്കലോയിഡ് ലൈക്ക് അട്രോപ്പിൻ, സ്കോഫലാമൈൻ ആൻഡ് സിന്തറ്റിക് ഡെറിവേറ്റീവ്. നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ കാണിച്ചില്ലേ, അത് തന്നെ. മെക്കാനിസം പറയുവാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് അറ്റ് മസ്കാർനിക് റിസപ്റ്റർ. കണ്ടോ, മസ്കാർനിക് റിസപ്റ്ററിൽ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് ആണ്, ബ്ലോക്കിംഗ് ദ എഫക്റ്റ് ഓഫ് അസിറ്റൈൽ കൊളൈൻ. സോ ബേസിക്കലി അസിറ്റൈൽ കൊളൈൻ്റെ എഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുക? ഈ ഒരു പാരാസിമ്പത്തോലൈറ്റിക് ഡ്രഗ് ചെയ്യുക. ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഡ്രഗിനും എങ്ങനെയെങ്കിലും എഴുതി വെക്കാൻ പറ്റും, മാർക്ക് കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും എഴുതി വെക്കാൻ പറ്റും. യൂസ് പറയുവാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡർ, മോഷൻ സിക്നസ്, പ്രീ അനസ്തറ്റിക് മെഡിക്കേഷൻ, നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്ന മരുന്നാണ്. സോ ഇത് പഠിച്ചു വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ വെക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് അട്രോപ്പിൻ ആണ്. സോ അട്രോപ്പിൻ നമുക്ക് കിട്ടുന്നത് അട്രോപ്പിൻ ബെല്ലഡോണ ഡത്തൂറിയം സ്ട്രമോണിയത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. സോ ഒരു കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് ആണ്, സോ അസിറ്റൈൽ കൊളൈനിന് അഗെയിൻസ്റ്റ് ആയിട്ട്. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, സ്മൂത്ത് മസിൽ, ഐ ഒക്കെയാണ്. സോ ടാക്കിക്കാർഡിയ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, റെഡ്യൂസ് സെക്രീഷൻ കോസിങ് മിഡ്രിയ. സോ നമ്മൾ ഓൾറെഡി അസിറ്റൈൽ കൊളൈനിൽ സെക്രീഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഇതെന്ത് ചെയ്യുന്നു, എഗെയിൻസ്റ്റ് ആണല്ലേ അട്രോപ്പിൻ. സോ കുറക്കുവാണ് ചെയ്യേണ്ടാവുക. സോ യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിസ്പാസ്മോഡിക് ആണ്, ഒപ്താൾമോളജി കൊടുക്കാം, പ്രീ അനസ്തറ്റിക് മെഡിക്കേഷനിൽ കൊടുക്കാം, പിന്നെ ഓർഗാനോ ഫോസ്ഫറസ് പോയിസൺ ട്രീറ്റ്മെന്റിലും അട്രോപ്പിൻ യൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് സിന്തറ്റിക് ആന്റി കോളിനർജിക് ഡ്രഗ്. സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ട്, ലൈക്ക് ഏജന്റ് ലൈക്ക് ട്രോപ്പിക്കമൈഡ്, സൈക്ലോപെൻഡലൈറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പ്യൂപ്പിൾ ഐ എക്സാമിനേഷനിൽ കണ്ണൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ആണെങ്കിൽ മിക്കവാറും ഉപയോഗിക്കുക, നമ്മളെ പ്യൂപ്പിൾ ഒക്കെ ഡൈലീറ്റ് ചെയ്യാൻ വേണ്ടി, വികസിപ്പിച്ച് നോക്കത്തില്ല ആ പരിപാടി. ആൻഡ് ക്വാട്ടർണറി കോമ്പൗണ്ട് ഇൻക്ലൂഡിങ് പ്രൊപ്പാന്തിയം ആൻഡ് ക്ലിനിഡിയം ഒക്കെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡറിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ടെറഷറി അമൈൻസ് ഉണ്ട്, ഡൈസൈക്ലോമിനൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും വയറുവേദനയ്ക്കൊക്കെ, അല്ലേ. ഇറിറ്റൻ ബൗൾ സിൻഡ്രോം, പെപ്റ്റിക് അൾസറിനെ കൊടുക്കാറുണ്ട്. അഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഓഫൺ മോർ സെലക്റ്റീവ് ഇൻ ആക്ഷൻ ആണ്. മറ്റതുപോലെയല്ല, ഭയങ്കര സെലക്റ്റീവാണ്, നമുക്ക് ഇന്നതിന് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സുകളാണ് സിന്തറ്റിക് ആൻറ്റി കോളിനർജിക് ഡ്രഗ്. അതുകൊണ്ട് അതിന് അതിൻ്റെതായ യൂസ്ഫുൾനെസ് ഉണ്ട് എന്നുള്ളതാണ്. സോ വൺ പറയാൻ പോകുന്ന ഇപ്രാട്രോപ്പിൻ ബ്രോമൈഡ് ആണ്, ഒരു മോഡേൺ ആന്റി കോളിനർജിക് ഡ്രഗ് എന്ന് പറയാം. സോ നേച്ചർ പറയുവാണെങ്കിൽ സിന്തറ്റിക് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. അട്രോപ്പിൻ പോലെ തന്നെ, അട്രോപ്പിൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, അതുപോലെ തോന്നുന്നു തന്നെയാണ് ഇതെന്ന് പറയുന്ന പോലെയാണ് അട്രോപ്പിൻ. ബേസിക്കലി എങ്ങനെയാണ് അതുപോലെയാണ്. മെക്കാനിസം ബ്ലോക്ക് മസ്കാനിക് കോളിനർജിക് റിസെപ്റ്റർ ആണ്. സ്മൂത്ത് മസിലിന്റെ കൺട്രാക്റ്റബിലിറ്റിനെ കുറക്കുവാണ് ചെയ്യുക. സ്മൂത്ത് മസിലിന്റെ കൺട്രാക്റ്റബിലിറ്റി കുറക്കുവാണ് ചെയ്യുക. ബ്ലോക്ക് മസ്കാനിക് കോളിനർജിക് റിസെപ്റ്റർ ആണ്. സോ ബേസിക്കലി ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ക്രോണിക് ഒബ്സ്ട്രക്ഷൻ, പൾമണറി ഡിസീസ്, COPD ആയിട്ടില്ലേ അതിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ PCOD അല്ല, COPD. മിക്കവാറൊക്കെ ആൾക്കാർ PCOD എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറുണ്ട്, തെറ്റിപ്പോകരുത്. ആസ്മയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ ബേസിക്കലി ഇൻഹലേഷൻ വഴിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സിസ്റ്റമിക് അബ്സോർപ്ഷൻ കിട്ടാറുണ്ട്. സോ നമ്മൾ ഇൻഹേലേഴ്സ് ഒക്കെ ഇല്ലേ, അതിൽ ഇപ്രാട്രോപ്പിൻ ബ്രോമൈഡ് ഒക്കെ നോർമലി കാണാറുണ്ട് എന്നുള്ളതാണ്. സോ കോളിനർജിക് ഡ്രഗിന് ഇൻട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ നോക്കി വെക്കുക. ആൻറ്റാസിഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ഫിനോതൈസീൻസ്, അമിനോഗ്ലൈക്കോസൈഡ്, അനസ്തെറ്റിക്സും ഒക്കെ ആയിട്ട് നമ്മളെ കോളിനർജിക് ഡ്രഗിന് ഇൻട്രാക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇൻട്രാക്ഷൻ എന്തൊക്കെയാണ്, എഫക്ട് എന്തൊക്കെയാണെന്ന് 2-3 നോക്കി വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾനെസ് വരും കേട്ടോ. ഇൻട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയ മാർക്ക് അധികം കിട്ടും. ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ആണ്. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ വായിച്ചു പോയാൽ മതി. കുറച്ച് റെഫറൻസ് കൊടുത്തുന്നേ ഉള്ളൂ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവൂ, ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് എഴുതാന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിക്കുക, അതിലൊരു മാറ്റവും ഇല്ല. ക്ലാസിഫിക്കേഷൻ പഠിക്കാതെ നിങ്ങൾക്ക് ഒരു ചുക്ക് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 2-3 ഡ്രഗിൻ്റെ യൂസ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എവിടെയെങ്കിലും എഴുതാൻ പറ്റും. പിന്നെ ഇൻട്രാക്ഷൻ ഒക്കെ കോമൺ ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ ബേസിക്കലി യൂസ് എന്താണ്, അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട് എന്താണ്, നൗസിയ, വോമിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തള്ളി അങ്ങ് എഴുതി വെക്കുക. പേപ്പർ നിറച്ച് വെക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അങ്ങനെ പഠിച്ചു പോവാം. അപ്പോൾ നെക്സ്റ്റ് വേണം. താങ്ക് യു.